ഷഫീലിയ അഹമ്മദ് ജനിച്ചത് ഇംഗ്ലണ്ടിലെ വാരിങ്ടൺ എന്ന സ്ഥലത്താണ്. ജനിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിലും ഷഫീലിയയുടെ പിതാവ് ഇഫ്തിഖാർ അഹമ്മദും മാതാവായ ഫർസാന അഹമ്മദും പാകിസ്ഥാനികളായിരുന്നു. ഇഫ്തിഖാർ അഹമ്മദ് ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. എങ്കിലും ആ ബന്ധം പൂർണ്ണ പരാജയമായിരുന്നു. അയാൾക്ക് ആദ്യ വിവാഹത്തിൽ ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. പിന്നീടാണ് ഫർസാനയുമായുള്ള വിവാഹം കഴിയുന്നതും ആ ബന്ധത്തിൽ ഷഫീലിയ ജനിക്കുന്നതും. ഷഫീലിയയ്ക്ക് ഒരു അനുജത്തി കൂടി ഉണ്ടായിരുന്നു. 2003 സെപ്റ്റംബർ 11-ാം തീയതിയാണ് ഷഫീലിയയെ അവസാനമായി അവളുടെ മാതാപിതാക്കൾ കണ്ടത്. പിന്നീട് അവളുടെ ശവശരീരം വാരിങ്ടണിൽ നിന്ന് 110 കിലോമീറ്റർ അകലെ സെഡ്വിക്കിലെ റിവർകൈൻഡ് എന്ന് പറയുന്ന നദിക്കരയിലാണ് കണ്ടെത്തിയത്. മരിക്കുമ്പോൾ ഷഫീലിയയ്ക്ക് 17 വയസ്സ് മാത്രമായിരുന്നു പ്രായം. തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മൃതദേഹം മാറിപ്പോയിരുന്നു. വിരലുകളിലുണ്ടായിരുന്ന ഒരു റിങ് കണ്ടിട്ടാണ് ഷഫീലിയയെ അവളുടെ മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഷഫീലിയയുടെ ജീവിതവും മരണവും ആധുനിക മനുഷ്യർ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെയൊക്കെ മനസാക്ഷിയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു. ഷഫീലിയയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ ഇഷ്ടമായ ലൈക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. ഷഫീലിയ പഠനത്തിൽ മിടുക്കിയായിരുന്നു. ഒരു അഡ്വക്കേറ്റ് ആകണമെന്നതായിരുന്നു അവളുടെ ആഗ്രഹം. ഷഫീലിയയും അവളുടെ മാതാപിതാക്കളും അവധി സമയങ്ങളിൽ പാകിസ്ഥാനിലേക്ക് പോകാറുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ പാകിസ്ഥാനിലുള്ള അവരുടെ കുടുംബ വീട്ടിലായിരുന്നു അവരുടെ താമസം. അങ്ങനെ 2003-ലും പതിവ് പോലെ അവർ പാകിസ്ഥാനിലേക്ക് യാത്രയായി. അങ്ങനെ അവരുടെ അവധിക്കാലം ചിലവഴിക്കുന്നതിനിടയിൽ ഒരു നാൾ ഷഫീലിയയെ പാകിസ്ഥാനിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഷഫീലിയ നടത്തിയ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു അതിനു കാരണം. പക്ഷേ അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് സമ്മതിക്കാൻ അവളുടെ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. രാത്രിയിൽ മൗത്ത് വാഷ് ആണെന്ന് വിചാരിച്ച് ബ്ലീച്ച് കുടിച്ചു എന്നതായിരുന്നു ഷഫീലയുടെ മാതാപിതാക്കൾ പോലീസിനോട് പറഞ്ഞത്. പക്ഷേ ഷഫീല അവിടെയുള്ള ഒരു ഡോക്ടറോട് പറഞ്ഞത് പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ തൻ്റെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാളുമായി തൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നതായിരുന്നു അവളെ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു. എങ്കിലും 1.5 മാസത്തോളം അവൾക്ക് ഹോസ്പിറ്റലിൽ തന്നെ കഴിയേണ്ടി വന്നു. അങ്ങനെ 2003 മെയ് 26-ന് ഷഫീലിയ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്നു. പഠനം പൂർത്തിയാക്കാനായിരുന്നു അവളുടെ തീരുമാനം. അതുകൊണ്ട് അവൾ കോളേജിൽ ജോയിൻ ചെയ്തു. പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോബ് കൂടി അവൾ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഏകദേശം ഒരാഴ്ചയോളം ഷഫീലിയ കോളേജിൽ പോയില്ല. പഠിക്കാൻ മിടുക്കിയായ ഷഫീലിയ ഒരിക്കലും ഇത്രയും നീണ്ട അവധി എടുക്കില്ലെന്ന് അവളുടെ ടീച്ചർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ 2003 സെപ്റ്റംബർ 18-ന് ഷഫീലിയെക്കുറിച്ച് ടീച്ചർ അവളുടെ സഹോദരിയോട് ചോദിച്ചു. പക്ഷേ ടീച്ചറുടെ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ അവളുടെ സഹോദരിക്കും കഴിഞ്ഞില്ല. അങ്ങനെ അവളുടെ ടീച്ചർ ഷഫീലിയയുടെ മാതാപിതാക്കളോട് അവളെപ്പറ്റി അന്വേഷിച്ചു. പക്ഷേ അവരുടെ മറുപടിയാണ് ടീച്ചറെ ശരിക്കും ഞെട്ടിച്ചത്. ഏകദേശം ഒരാഴ്ചയോളമായി അവരും ഷഫീലിയെ കണ്ടിട്ട്. ടീച്ചർക്ക് ഷഫീലയുടെ തിരോധാനത്തിൽ എന്തോ ഒരു സംശയമുണ്ടായിരുന്നു. ടീച്ചർ ഈ കാര്യം പോലീസിനെ അറിയിച്ചു. ഷഫീലയുടെ മാതാപിതാക്കളുടെ മൊഴിയെടുത്ത പോലീസിനോട് അവർ പറഞ്ഞത് 2003 സെപ്റ്റംബർ 11-ാം തീയതിയാണ് അവസാനമായി അവർ ഷഫീലയെ കണ്ടത് എന്നായിരുന്നു. പിന്നീട് പോലീസിന്റെ അടുത്ത ചോദ്യം എന്തുകൊണ്ട് ഒരു ആഴ്ചയോളം സ്വന്തം മകളെ കാണാതായിട്ട് ഷഫീലയുടെ മിസ്സിംഗ് പോലീസിൽ അറിയിച്ചില്ല എന്നതായിരുന്നു. അതിനും കൃത്യമായൊരു ഉത്തരം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഷഫീലിയെ കാണാതാകുന്നത് ഇത് ആദ്യമായല്ലായിരുന്നു. അവളുടെ 12-ാമത്തെ വയസ്സിൽ ഷഫീലിയ അവളുടെ സഹോദരിയുമൊത്ത് വീട് വിട്ട് ഇറങ്ങിയിരുന്നു. പക്ഷേ അന്ന് വൈകുന്നേരമാകും മുമ്പേ അവളും സഹോദരിയും വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു. അന്ന് അവളുടെ മിസ്സിംഗ് കേസ് പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പോലീസ് അവരുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ഷഫീലിയയുടെ മാതാപിതാക്കൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായി. അതുകൂടാതെ 2002 നവംബർ 25-നും ഷഫീലിയ മിസ്സിംഗ് ആണെന്ന് കാണിച്ച് അവളുടെ മാതാപിതാക്കൾ കേസ് ഫയൽ ചെയ്തിരുന്നു. ഒരുപാട് അന്വേഷണത്തിന് ശേഷം അന്ന് ഷഫീലിയെ ഒരു പാർക്കിൽ ഒറ്റയ്ക്കിരിക്കുന്നതായി ആണ് പോലീസ് കണ്ടത്. അതിനുശേഷം 2003 ഫെബ്രുവരി 3-ാം തീയതി ഷഫീലിയ അവളുടെ സുഹൃത്തിനൊപ്പം നാട് വിട്ടിരുന്നു. അന്ന് 3 ദിവസം കഴിഞ്ഞാണ് അവൾ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഉള്ളതായി വിവരം ലഭിച്ചത്. അന്ന് ഷഫീലിയയ്ക്ക് പോലീസ് വിശദമായ ഒരു കൗൺസിലിംഗ് നൽകുന്നുണ്ട്. അതിനുശേഷം പോലീസ് അവളുടെ മാതാപിതാക്കളെയും അവളെയും വിളിച്ചിരുത്തി സംസാരിച്ചു കാര്യങ്ങളെല്ലാം ശരിയാക്കിയതിനു ശേഷമാണ് ഷഫീലിയെ അവളുടെ കുടുംബത്തോടൊപ്പം വിട്ടത്. അതിനുശേഷം 2003 ഫെബ്രുവരി 18-ന് ഷഫീലയും അവളുടെ മാതാപിതാക്കളും പാകിസ്ഥാനിലേക്ക് അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ നിന്ന് തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് വന്നതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാണ് ഷഫീലയെ രണ്ടാമതും കാണാതാവുന്നത്. ഷഫീലിയ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിസ്സാകുന്നത് കൊണ്ട് കുറച്ച് ദിവസത്തിന് ശേഷം തിരിച്ചു വരുമെന്ന പ്രതീക്ഷ പോലീസിന് ഉണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിയുന്തോറും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റ് തുടങ്ങി. പോലീസ് അവരുടെ അന്വേഷണം ദ്രുതഗതിയിലാക്കി. അങ്ങനെ ഒരു ദിവസം പോലീസ് ഷഫീലയുടെ വീട്ടിൽ പരിശോധന നടത്തി.
അപ്പോൾ ഷെഫീലയുടെ മുറിയിൽ നിന്നും അവൾ എഴുതിയ കവിതകളും കഥകളും പോലീസിന് ലഭിച്ചു. അവളുടെ കവിതകൾ വായിച്ച പോലീസ് അവളുടെ വീട്ടിൽ സന്തോഷവതിയല്ലായിരുന്നു എന്ന് കണ്ടെത്തി. പിന്നീട് അവളുടെ കഥകളും കവിതകളും സാമൂഹ്യ മാധ്യമങ്ങളിലും ആൾക്കാരുടെ ശ്രദ്ധ നേടുവാൻ തുടങ്ങി. അങ്ങനെ ഷെഫീലയുടെ മിസ്സിംഗ് കേസ് പൊതുജന ശ്രദ്ധ നേടുവാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഷെഫീലയുടേത് എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു CCTV ദൃശ്യം പോലീസിന് ലഭിച്ചു. ആ ദൃശ്യം ഷെഫീലയെ കാണാതായതിനു ശേഷം ഉള്ളതായിരുന്നു. പോലീസ് CCTV ഷെഫീലയുടെ മാതാപിതാക്കളെയും അനുജത്തിയെയും കാണിച്ചു. ആ ദൃശ്യങ്ങളിലുള്ളത് ഷെഫീല തന്നെയാണെന്ന് അവർ സമ്മതിച്ചു. പക്ഷേ CCTV കണ്ട ഷെഫീലയുടെ ടീച്ചർ പറഞ്ഞത് അത് ഷെഫീല അല്ല എന്നായിരുന്നു. ഇതുകൂടിയായപ്പോൾ പോലീസ് ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി. ഷെഫീലയുടെ മാതാപിതാക്കളും സഹോദരിയും ഒഴികെ ബാക്കി എല്ലാവരും അത് ഷെഫീല അല്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഷെഫീലയുടെ മാതാപിതാക്കൾ പിന്നെ എന്തിനാണ് കള്ളം പറഞ്ഞത് എന്ന ചോദ്യം മാത്രം പോലീസുകാർക്കിടയിൽ ബാക്കിയായി. ഇതുകൂടിയായപ്പോൾ പോലീസിന്റെ സംശയത്തിന്റെ മുൾമുന ഷെഫീലയുടെ മാതാപിതാക്കളിലേക്ക് ആയി. പോലീസുകാർ ഷെഫീലയുടെ മാതാപിതാക്കൾ അറിയാതെ അവരുടെ വീട്ടിൽ ഓഡിയോ റെക്കോർഡിംഗ് ഡിവൈസ് വെച്ചു. കുറച്ച് ദിവസത്തിനു ശേഷം പോലീസുകാർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഷെഫീലയുടെ മാതാപിതാക്കളുടെ സംഭാഷണം ഈ കേസിൽ ഒരു വഴിത്തിരിവായി മാറി. ഷെഫീലയുടെ പിതാവ് പറഞ്ഞത് ഇതായിരുന്നു: നമ്മൾ പാകിസ്ഥാനിലല്ല, അതുകൊണ്ട് ഇവിടെ UK-യിൽ ഒരു 40 പേരെ കൊന്നാലും തെളിവ് ലഭിച്ചില്ലെങ്കിൽ നമ്മളെ കുറ്റവാളിയായി പ്രഖ്യാപിക്കില്ല. കൂടാതെ നമ്മുടെ കാറിൽ നിന്നും DNA ഒന്നും കണ്ടുപിടിക്കാനുള്ള ബുദ്ധി പോലീസിന് ഇല്ലാതെ പോയതും നമ്മൾക്ക് രക്ഷയായി. പക്ഷേ അവരുടെ സംസാരം തന്നെ അവർക്ക് കെണിയാകുമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. 2003 ഡിസംബർ 18 പോലീസ് ഷെഫീലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അവളുടെ മാതാപിതാക്കളെയും വീട്ടിലുള്ള 5 കുടുംബാംഗങ്ങളെ കൂടിയും അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഷെഫീലയും മാതാപിതാക്കളും എപ്പോഴും വീട്ടിൽ വഴക്കായിരുന്നു എന്ന് അവളുടെ സഹോദരി പറഞ്ഞു. ഷെഫീല മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. പക്ഷേ യാഥാസ്ഥിതികരായ അവളുടെ മാതാപിതാക്കൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഇതെല്ലാം. കൂടാതെ സുഹൃത്തുക്കളുടെ കൂടെ ഒരുപാട് യാത്ര ചെയ്യാനും അവൾ താല്പര്യപ്പെട്ടിരുന്നു. ഇതിൽ നിന്നുമെല്ലാം അവളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അവൾക്ക് പാകിസ്ഥാനിൽ നിന്നും ഒരു വിവാഹം ഉറപ്പിച്ചത്. പക്ഷേ ആ വിവാഹത്തിൽ അവൾക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. വിവാഹകാര്യം പറഞ്ഞ് വീട്ടിൽ എപ്പോഴും വഴക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം റൂമിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് പുറത്തേക്ക് എത്തി നോക്കിയ താൻ കണ്ടത് ഷെഫീലയുടെ മൂക്കും വായയും തന്റെ പിതാവ് പൊത്തിപ്പിടിക്കുന്നതായിരുന്നു. അവളുടെ മരണം ഉറപ്പാക്കുന്നതുവരെ ഷെഫീലയുടെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. കൂടാതെ മരണശേഷം അവളുടെ ബോഡി ഒരു ചാക്കിലാക്കി കാറിൽ കൊണ്ടുപോകുന്നത് താൻ കണ്ടിരുന്നു എന്നായിരുന്നു ഷെഫീലയുടെ സഹോദരി അലേഷ മൊഴി നൽകിയത്. 2004 ഷെഫീലയുടെ മൃതദേഹം റിവർകൈൻഡ് എന്ന നദിക്കരയിൽ നിന്നും കുഴിച്ചു മൂടിയിട്ട നിലയിൽ ലഭിച്ചത്. ആ കേസിൽ ആവശ്യമായ തെളിവുകളെല്ലാം കൃത്യസമയത്ത് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ 25 വർഷം തടവ് ശിക്ഷയാണ് അവർക്ക് കോടതി കൊടുത്തത്. നിങ്ങൾക്ക് ഈ കഥ കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? നമ്മളിൽ പലരും ഒരു പുരോഗമന സമൂഹത്തിൽ ജീവിക്കുന്നു എന്നേയുള്ളൂ. ജാതിയുടെയും മതത്തിന്റെയും വെള്ളിക്കെട്ടുകളിൽ തളച്ചിട്ട മനസ്സുകൾ തന്നെയാണ് ഇപ്പോഴും പലർക്കും ഉള്ളത്. വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് അവകാശപ്പെട്ടേക്കാം. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവരോട് പറയാനുള്ളത് അതേ കാര്യം തന്നെയാണ്. ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം ആണ് അവർ എങ്ങനെ ജീവിക്കണമെന്നത്. കുട്ടികൾക്ക് വഴികാട്ടികൾ മാത്രമാകുക, അവരുടെ ജീവിതത്തിൽ വിലങ്ങുതടി ആവാതിരിക്കുക. പിന്നീട് പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയച്ചാൽ എല്ലാം പൂർത്തിയായി എന്ന ചിന്താഗതി ഒഴിവാക്കുക. ഒരു ജീവിതമേ ഉള്ളൂ, നമ്മുടെ മക്കളാണ്, അവര് ജീവിക്കട്ടെ. 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കുന്നതിന് മുൻപ് അവർ ഈ ലോകം കാണട്ടെ, സന്തോഷിക്കട്ടെ, സന്തോഷത്തോടെ ജീവിക്കട്ടെ. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനും വിനീതമായി അപേക്ഷിക്കുന്നു. പിന്നെ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.